ഒരു ഹൈലൈറ്റ് ബിൽഡിംഗിന്റെ 14ാമത്തെ ഫ്ലോറിൽ ഒരു മോഷണം നടക്കുന്നു. ബിൽഡിംഗിന്റെ CCTV ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആരോ അതിന്റെ ഡയറക്ഷൻ മാറ്റിവെച്ചിരുന്നു. ഡിറ്റക്റ്റീവ് മെഹുലിനെ അവിടേക്ക് വിളിക്കുന്നു. മെഹുൽ ലിഫ്റ്റിന്റെ അകവശവും 14ാമത്തെ ഫ്ലോറിന്റെ കോറിഡോറും പരിശോധിക്കുന്നു. ഗ്ലൗസിന്റെ കഷ്ണവും പിന്നെ ഈ മണ്ണും. പിന്നീട് CCTV ചെക്ക് ചെയ്യുന്നു. ലിഫ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും തുടങ്ങി നേരെ 14ാമത്തെ ഫ്ലോറിലാണ് എത്തിച്ചേർന്നത്. കള്ളൻ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നാണ് ലിഫ്റ്റിൽ കയറിയത്. മെഹുൽ സംശയമുള്ള 3 പേരെ ചോദ്യം ചെയ്യുന്നു. ഞാൻ ഒരു നിലവിളി മാത്രമേ കേട്ടിട്ടുള്ളൂ, ആരെയും കണ്ടിട്ടില്ല. ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു. ഞാൻ ഡെലിവറി നൽകുന്നതിനായി 9th ഫ്ലോറിൽ പോയിരുന്നു. സ്റ്റെയർ വഴിയാ പോയത്. വികാസ്, നിന്റെ ഒരു ഗ്ലൗസ് എവിടെ പോയി? അതുപോലെ നിന്റെ ഷൂസിൽ ഇത്രയും മണ്ണെങ്ങനെ വന്നു? ഞാൻ നിന്റെ മറ്റേ ഗ്ലൗവും ഈ മണ്ണും ലിഫ്റ്റിലും കണ്ടിരുന്നുവല്ലോ. മെഹുൽ ഓടി രക്ഷപ്പെടുവാൻ പോയ വികാസിനെ പിടികൂടുന്നു. അവന്റെ കയ്യിൽ നിന്ന് മോഷണ വസ്തുവും പിടികൂടുന്നു. വരും, നമുക്കിനി അടുത്ത കേസ് സോൾവ് ചെയ്യാം. ലിയാന അവളുടെ ഒരു പഴയ കൂട്ടുകാരിയുടെ വീട്ടിൽ വന്നിരിക്കുകയായിരുന്നു. സെക്യൂരിറ്റി ഏജൻസിയുടെ ആളാണല്ലോ. മാഡം, ഇവിടെ ഒരു ഗാർഡിനെ നിയമിക്കുവാൻ പറഞ്ഞിരുന്നില്ലേ? ഞാൻ കുറച്ച് പ്രൊഫൈലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്രേറ്റ്, കാണിക്ക്. ഇപ്പോഴത്തെ കാലത്ത് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നതിനേക്കാളും പ്രധാനം ഫേസ് ചെക്ക് ചെയ്യുന്നതിനാണ്. അല്ല, ഇത് ഫേക്കാണ്. ലോജിക്കൽ ആർമി ഫേക്ക് ആകാൻ കാരണം എന്തായിരിക്കും? ഈ ഗാർഡിനെ കണ്ടാൽ ഒരു 25 വയസ്സെങ്കിലും പറയും. എന്നാൽ അയാൾ ജനിച്ച വർഷം എഴുതിയിരിക്കുന്നത് 2023 എന്നാണ്. നിലത്ത് ഓടിക്കളിക്കുവാൻ പോലും തുടങ്ങി കാണില്ലല്ലോ. ലിയാന കള്ളത്തരം കൈയോടെ കണ്ടുപിടിച്ചു. സെക്യൂരിറ്റി കൊണ്ടുവന്ന പ്രൊഫൈൽ മുഴുവനും ഫേക്ക് ആയിരുന്നു. എന്നുവെച്ചാൽ ഏജൻസി തന്നെ ഫേക്ക് ആണെന്ന് മനസ്സിലായി. ഏജൻസിയുടെ കള്ളത്തരവും പൊളിഞ്ഞു. പ്രിയയുടെ ഓഫീസിലെ ആദ്യത്തെ ദിവസമാണ്. നൈറ്റ് ഷിഫ്റ്റ്. പുതിയ സ്ഥലം, പുതിയ ആൾക്കാർ. പെട്ടെന്ന് ഓഫീസിലെ ലൈറ്റ് പോകുന്നു. അവിടെ മുഴുവനും ഇരുട്ട് നിറഞ്ഞു. എല്ലാ എംപ്ലോയീസും ബോസിന്റെ ക്യാബിനിൽ റിപ്പോർട്ട് ചെയ്യണം. ലൈറ്റ് പോയപ്പോൾ ആരോ ഓഫീസ് ലോക്കറിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് മോഷ്ടിച്ചു കൊണ്ടുപോയി. ലൈറ്റ് പോയപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നുവെന്ന് ഓരോരുത്തരും പറയും. ഞാൻ എന്റെ ക്യാബിനിലായിരുന്നു. ഡാർക്ക് കോഫി പ്ലസ് ഡാർക്ക് റൂം. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സമയം. എനിക്ക് വിശന്നു, അതുകൊണ്ട് മൈക്രോവേവിൽ വെച്ച് ഞാൻ ആഹാരം ചൂടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ IT റൂമിലായിരുന്നു. ലാപ്ടോപ്പിൽ കോഡ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഡാർക്ക് മോഡിൽ. ഞാൻ എന്റെ ഡെസ്കിൽ തന്നെ ഇരിക്കുകയായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ബോസ് എല്ലാവരും പറയുന്നത് കേൾക്കുന്നു. ഒരാൾ പറഞ്ഞത് കേട്ടപ്പോൾ അയാൾക്ക് സംശയം തോന്നുന്നു. അയാൾക്ക് ആരാണ് ഈ മോഷണം നടത്തിയതെന്ന് മനസ്സിലാകുന്നു. സൂരജ് പറഞ്ഞത് അയാൾ മൈക്രോവേവിൽ ഭക്ഷണം ചൂടാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നുവെന്നാണ്. കറണ്ടില്ലെങ്കിൽ മൈക്രോവേവ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതുപോലെ HR പറഞ്ഞത് കോഫിയും ഡാർക്ക് റൂമും ഡാർക്ക് എന്നാണ്. എന്നുവെച്ചാൽ ഓഫീസിൽ ഇൻവെർട്ടറും ഉണ്ടായിരുന്നില്ല എന്ന്. ബോസ് സൂരജിനെ പിടികൂടുന്നു. IQ ക്ലബിൽ എല്ലാ ദിവസവും രസകരമായ കടങ്കഥകളും കേസുകളും നിങ്ങളോടൊപ്പം ഉണ്ടാകും. വാട്സപ്പിലൂടെ ഡിറ്റക്റ്റീവ് IQ ക്ലബിൽ ചേരും. അതിലൂടെ എല്ലാ ദിവസവും പസിലുകൾ ആസ്വദിക്കൂ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ഉണ്ട്. ഇന്ന് ആലി ഒരു ഡിന്നറിന് പോയി, അതും ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ. ഓഹോ, ഇവിടെ ഫോട്ടോ വോളും ഉണ്ടല്ലോ. ഇത് കാണുമ്പോൾ തോന്നുന്നത് ഇവിടെ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നതിന് പകരം മുഖം മിനുക്കിയിട്ടാണ് പോകുന്നതെന്ന്. ആലിയ ഫോട്ടോകൾ നോക്കിയതിനു ശേഷം മുന്നോട്ടേക്ക് പോകുന്നു. അവളുടെ ടേബിളിൽ ഇരിക്കുന്നു. ചേട്ടാ, കണ്ടാൽ VIP പോലെയുണ്ടല്ലോ. എന്തിനാ ഇത്ര ടെൻഷൻ? അടുത്തുള്ള ടേബിളിൽ നിന്നും സ്വർണത്തിന്റെ സ്പൂൺ കാണാതായിരിക്കുന്നു. ഗോൾഡ് സ്പൂൺ? അപ്പോൾ ഈ റെസ്റ്റോറന്റിൽ ബിഷപ്പിനേക്കാൾ ആദ്യം പസിൽ സോൾവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആലിയ 3 പേരെ ചോദ്യം ചെയ്യുന്നു. എനിക്കൊന്നും അറിയില്ല. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അതിനാൽ ഞങ്ങൾ എല്ലാവരും സെലിബ്രേഷനിൽ ബിസി ആയിരുന്നു. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഗോൾഡ് സ്പൂണുകളാണുള്ളതെന്ന് എനിക്ക് എങ്ങനെ അറിയാൻ കഴിയുന്നത്? ഞാൻ എന്റെ കൂട്ടുകാരനോടൊപ്പമാണ് വന്നത്. അവനൊരു അത്യാവശ്യ കാര്യം ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് പോയി. എന്റെ കണ്ടെത്തൽ അതിശയകരവും അത്ഭുതകരവുമാണ്. പക്ഷെ എന്താ, നിങ്ങൾക്കറിയാമോ ആരാണ് മോഷ്ടിച്ചതെന്ന്? ആലിയയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നു. ഹാപ്പി കസ്റ്റമേഴ്സിന്റെ ഫോട്ടോ വെച്ചിരുന്ന ആ വോൾ. അജയ്, ഒന്നുകിൽ നിങ്ങളെപ്പോലെ ഇരിക്കുന്ന മറ്റൊരാളുണ്ട്. ഇവിടത്തെ ഗോൾഡൻ സ്പൂൺ മോഷ്ടിച്ചയാൾ. അതുമല്ലെങ്കിൽ നിങ്ങൾ തന്നെയാ അതെടുത്തത്. അജയെ പരിശോധിക്കുന്നു. അയാളുടെ ബാഗിൽ നിന്നും ഗോൾഡ് സ്പൂൺ കിട്ടുന്നു. ലോജിക്കിലൂടെ സ്പൂൺ കണ്ടുപിടിച്ചു. കള്ളനെയും പിടികൂടി. ഗ്രീൻവുഡ് സ്കൂളിലെ ആർട്ട് റൂമിൽ നിന്നും റെയർ ആയിട്ടുള്ള പെയിന്റിംഗ് ബ്രഷുകൾ മോഷണം പോയിരിക്കുന്നു. ബ്രഷുകൾ കോമ്പറ്റീഷനിൽ മാത്രം ഉപയോഗിക്കുന്നവയായിരുന്നു. റൂമിന്റെ വിൻഡോ ലോക്ക് പൊട്ടിക്കിടക്കുന്നതായി കാണാം. എന്നാൽ അകത്തെ സാധനങ്ങൾക്കൊന്നും ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. പ്രിൻസിപ്പൽ ഡിറ്റക്റ്റീവ് മെഹുലിനെ ഫോൺ ചെയ്ത് വരുവാൻ പറയുന്നു. മെഹുൽ റൂമിനുള്ളിലെ എല്ലാ സാധനങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കുന്നു. എനിക്ക് 2 ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തേത് ഈ പൊട്ടിക്കിടക്കുന്ന ലോക്ക്. ലോജിക്കൽ ആർമി, പൊട്ടിക്കിടക്കുന്ന ലോക്ക് പ്രധാനപ്പെട്ട ക്ലൂ ആണെന്ന് എന്തുകൊണ്ടാണ് തോന്നിയത്? ലോക്ക് അകത്താണ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ കള്ളൻ പുറത്തു നിന്നും അതെങ്ങനെ ബ്രേക്ക് ചെയ്യും? അതായത് അകത്തു നിന്നുള്ള ആരോ തന്നെയാണ് മോഷണം നടത്തിയിരിക്കുന്നത്.
രണ്ടാമത്തെ ക്ലൂ ആണ് ഈ പേപ്പർ പെയിന്റിംഗ്. ഇത് കള്ളന്റേത് തന്നെയാണ്. മെഹുൽ 3 സ്റ്റുഡൻസിനെയും ചോദ്യം ചെയ്യുന്നു. അർണബ്: ഞാൻ സയൻസ് ബ്ലോക്കിലായിരുന്നു. എനിക്ക് ആർട്ട് റൂമിൽ എന്ത് നടന്നുവെന്ന് അറിയത്തേയില്ല. താന്യ: ആർട്ട് റൂമിൽ പെയിന്റിംഗ് ചെയ്യുകയായിരുന്നു. ഇതാ നോക്കൂ, എന്റെ പെയിന്റിംഗ് ഇതാണ്. രജിത്ത്: ഞാൻ ലഞ്ച് കഴിച്ചതിന് ശേഷം ആർട്ട് റൂമിന്റെ വെളിയിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആരാണ് കള്ളം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്താ, നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞോ ലോജിക്കൽ ആർമി? രജിത്തിന്റെ ബ്രഷുകൾ ശ്രദ്ധിച്ചു നോക്കൂ. അതിലെ കളറുകൾ ആർട്ട് റൂമിലെ ഈ പെയിന്റിംഗുമായി നന്നായി മാച്ച് ചെയ്യുന്നുണ്ട്. അതായത് രജിത്ത് ആർട്ട് റൂമിന്റെ ഉള്ളിൽ പോയിരുന്നു. അയാൾ കള്ളം പറയുകയാണ്. മെഹുൽ അവന്റെ കള്ളം പൊളിക്കുന്നു. വരും, നമുക്കിനി അടുത്ത കേസ് തെളിയിക്കാം. ഈ 2 ഫിഷസിന്റെയും പടങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് ഇവയ്ക്ക് തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളതെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ഉത്തരം കമന്റ് ബോക്സിലും അറിയിക്കുക. ആകെ 3 വ്യത്യാസങ്ങളാണുള്ളത്. ആദ്യത്തേത് ഇതാണ്, രണ്ടാമത്തേത് ഇത്, പിന്നെ മൂന്നാമത്തേത് ഇത്. വരൂ, നമുക്കിനി അടുത്ത കഥയിലേക്ക് പോകാം. ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലെ എംപ്ലോയീസ് എല്ലാം ചേർന്ന് ഒരു വീക്കെൻഡ് ട്രിപ്പിന് പോകുന്നു. ഒരു ക്വയറ്റായ ഹിൽ സ്റ്റേഷൻ റിസോർട്ടിൽ എല്ലാം പെർഫെക്റ്റ് ആയി നടക്കുകയായിരുന്നു. പക്ഷേ അടുത്ത ദിവസം രാവിലെ ബോസിന്റെ റൂമിൽ നിന്ന് വില കൂടിയ സ്മാർട്ട് വാച്ച് മോഷണം പോയിരിക്കുന്നു. റിസോർട്ട് മാനേജർ ഉടൻ തന്നെ ഡിറ്റക്റ്റീവ് മെഹുലിനെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നു. റൂമിൽ ഒളിച്ചു കടന്നതിന്റെ അടയാളങ്ങൾ ഒന്നും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മോഷണം ഡിന്നറിന്റെ സമയത്തായിരിക്കും നടന്നിരിക്കുക. മെഹുൽ റൂമിന്റെ ഓരോ മുക്കും മൂലയും ശ്രദ്ധാപൂർവം പരിശോധിക്കുന്നു. അപ്പോൾ ടേബിളിൽ വച്ചിരുന്ന പകുതി വെള്ളം നിറച്ച ഒരു കുപ്പിയിലേക്ക് മെഹുലിന്റെ ശ്രദ്ധ പതിഞ്ഞു. എല്ലാവരും ഡിന്നർ കഴിക്കാൻ പോയപ്പോ ഈ 3 പേരും ഈ ഫ്ലോറിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഡിന്നർ കഴിച്ചതിന് ശേഷം നേരെ ബോൺഫയർ ഏരിയയിലേക്കാ പോയത്. ആ ഫ്ലോറിലേക്ക് ഞാൻ വന്നതേയില്ല. ഞാൻ ഗാർഡനിലൂടെ ഉലാത്തുകയായിരുന്നു. ആരോടും സംസാരിക്കാനേ പോയില്ല. ഞാൻ ഡിന്നർ കഴിക്കാനേ പോയില്ല. എനിക്കെന്തോ വയ്യാത്തതുപോലെ തോന്നി. അങ്ങനെ ഇരിക്കുകയായിരുന്നു. മറ്റേ റൂമിന്റെ അടുത്തെങ്കിലും ഞാൻ പോയിട്ടേ ഇല്ല. മെഹുൽ എല്ലാവരുടെയും മറുപടികൾ ശ്രദ്ധാപൂർവം കേൾക്കുന്നു. എന്നാലും അയാളുടെ മനസ്സിൽ ഒരു ചോദ്യം അപ്പോഴും ഉയർന്നു തന്നെ നിന്നു. ഒരു സിമ്പിൾ ക്ലൂ കൊണ്ട് മെഹുലിന് എല്ലാ രഹസ്യങ്ങളും മനസ്സിലായി. ആ ക്ലൂ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ബോസ് ഒരു പുരുഷനാണല്ലോ. പിന്നെ അയാളുടെ റൂമിലെ ഈ കുപ്പിയിൽ ലിപ്സ്റ്റിക് മാർക്ക് എങ്ങനെയാണ് വന്നത് ലോജിക്കൽ ആർമി? രജത്, മായങ്ക്, താനിയയാണ് പെൺകുട്ടി. അവളുടെ ലിപ്സ്റ്റിക്കിന്റെ അതേ കളറിലുള്ള മാർക്കാണ് ആ കുപ്പിയിൽ കാണുന്നത്. മെഹുൽ അവളുടെ റൂം പരിശോധിക്കുന്നു. ബോസിന്റെ കാണാതായ സ്മാർട്ട് വാച്ചും അവിടെ നിന്നും കണ്ടെത്തുന്നു. വരൂ, നമുക്കിനി അടുത്ത കേസ് തെളിയിക്കാം. ആലിയ മാഡം, ഒരു ഫ്രോഡ് ക്രിമിനൽ ജയിൽ ചാടി പോയിരിക്കുന്നു. ANX ഹോസ്പിറ്റലിൽ ഡോക്ടറിന്റെ വേഷം ധരിച്ച് ഒളിച്ചിരിക്കുകയാണെന്ന് ഇപ്പോൾ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ ഉള്ളത്. എന്തായിരുന്നാലും ആ കള്ള ഡോക്ടറിനെ ഉടൻ തന്നെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ആലിയ ആ ഹോസ്പിറ്റൽ മുഴുവനും ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു കോറിഡോറിൽ 3 ഡോക്ടർമാർ നിൽക്കുന്നത് കാണുന്നു. സെയിം കോട്ട്, സെയിം ഹോസ്പിറ്റൽ ID. 3 പേരും ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാലും അതിലൊരാൾ വ്യാജനാണ്. എന്താ, നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കുമോ ലോജിക്കൽ ആർമി? ഡോക്ടേഴ്സിന്റെ ഷൂസ് ടോയ്ലറ്റ് വൃത്തിയാക്കുന്ന ജോലിക്കാരൻ്റെതിനേക്കാൾ വൃത്തിയില്ലാത്തതാണെങ്കിലോ, ID കാർഡ് ശരിയായിട്ടുള്ളതല്ലെങ്കിലോ അതിലെന്തോ കുഴപ്പമില്ലേ? അത് പുതിയ ഫാഷനൊന്നുമല്ല. കള്ള ഡോക്ടറെ പിടികൂടിയിരിക്കുന്നു. ശരിക്കുമുള്ള പോലീസിന്റെ അടുത്തേക്ക് പോകാം. ഞായറാഴ്ച രാത്രി വലിയ മഴ പെയ്യുകയായിരുന്നു. ജിതിൻ ഓഫീസിലെ പാർട്ടി കഴിഞ്ഞ് വളരെ വൈകി വീട്ടിലേക്ക് വരുന്നു. വീട്ടിലെത്തി നോക്കിയപ്പോൾ അയാളുടെ വില കൂടിയ പെയിന്റിംഗ് മോഷണം പോയിരിക്കുന്നു. അയാൾ ഉടൻ തന്നെ ഡിറ്റക്റ്റീവ് മെഹുലിനെ ഫോൺ ചെയ്യുന്നു. മെഹുൽ ആ വീട് മുഴുവനും സൂക്ഷ്മമായി പരിശോധിക്കുന്നു. നിനക്കറിയാവുന്ന തൊട്ടടുത്തുള്ള ആരോ തന്നെയായിരിക്കും മോഷണം നടത്തിയിരിക്കുക. അയൽവാസികളായ 3 പേരിൽ മെഹുലിന് സംശയം തോന്നുന്നു. ആദ്യം റോഹി: സർ, ഞാൻ ഇന്നലെ അടുത്ത സിറ്റിയിൽ നിന്നും ഡ്രൈവ് ചെയ്താ വന്നത്. അതുകൊണ്ട് തന്നെ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. ഗൗരവ്: ഞാൻ വീട് പെയിന്റിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ മഴ പെയ്തതിനാൽ സാധിച്ചില്ല. വൈകുന്നേരം ഫാമിലിയോടൊപ്പം പുറത്തേക്ക് ഇറങ്ങാനും പോയി. ഹേമന്ത്: ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സർ, പക്ഷെ ഞാനൊന്നും കണ്ടില്ല. പിന്നീട് മെഹുൽ പുറത്ത് മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്ന സ്ട്രീറ്റ് സൂക്ഷിച്ചു നോക്കുന്നു. അപ്പോൾ തന്നെ ആരാണ് കള്ളം പറയുന്നതെന്ന് മെഹുലിന് മനസ്സിലാകുന്നു. റൂഹി, നീ കള്ളമാണ് പറയുന്നത്. നീ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നീ ആ പെയിന്റിംഗ് മോഷ്ടിച്ചത്. മെഹുൽ റൂഹിയുടെ വീട് മുഴുവനും പരിശോധിക്കുന്നു. അവിടെ നിന്നും മോഷ്ടിക്കപ്പെട്ട പെയിന്റിംഗ് കിട്ടുന്നു. മെഹുലിന് ഇത് എങ്ങനെയാണ് മനസ്സിലായെന്ന് അറിയണ്ടേ? മെഹുൽ നോക്കിയപ്പോൾ റൂഹിയുടെ കാറിന്റെ അടിഭാഗം ഉണങ്ങി തന്നെ കിടക്കുകയായിരുന്നു. കാരണം മഴ പെയ്തപ്പോൾ ആ കാർ അവിടെ തന്നെ കിടക്കുകയായിരുന്നു. അവൾ മഴയുടെ സമയത്ത് ഡ്രൈവ് ചെയ്താണ് വന്നിരുന്നതെങ്കിൽ അവിടെ മുഴുവനും നനഞ്ഞിട്ടുണ്ടാകുമായിരുന്നല്ലോ. ഈ പിക്ചറിന്റെ 4 ഷാഡോസ് കൊടുത്തിട്ടുണ്ട്. ABCD. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? കണ്ടുപിടിക്കൂ ലോജിക്കൽ ആർമി.
ഇതിന്റെ മുടി മിസ്സിംഗ് ആണ്, ഇതിന്റെ കൈ മിസ്സിംഗ് ആണ്, ഇതിന്റെ സ്നോയുടെ പീസ് നോക്ക്, കുറച്ച് വലുതല്ലേ? അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ളത്. നിങ്ങൾക്ക് ശരിയുത്തരം കിട്ടിയോ? ഇതുപോലത്തെ പുതിയ പുതിയ പസിലുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യും.